നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിക്കൊണ്ടിരിക്കുന്നു. പല മണ്ഡലങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുൻപേ തന്നെ സ്ഥാനാർത്ഥികളെ പലരും നിശ്ചയിച്ചു കഴിഞ്ഞു. പലർ മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുന്നു. ചില മണ്ഡലങ്ങൾ കേരളം ഉറ്റുനോക്കുന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളെക്കുറിച്ചാണ്. അതായത് 2 മന്ത്രിമണ്ഡലങ്ങൾ എന്നതിനപ്പുറം ഈ രാജ്യത്തെ പോളിറ്റ് ബ്യൂറോ അംഗമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകൻ മന്ത്രി റിയാസ് മത്സരിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലം, മറ്റൊന്ന് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട, അതായത് എ വിജയരാഘവൻ എന്ന മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ ഭാര്യ ബിന്ദു ടീച്ചർ, അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മത്സരിക്കുന്ന ഇരിഞ്ഞാലക്കുട മണ്ഡലം. ഈ 2 മണ്ഡലവും കേരളത്തിൻ്റെ ജനാധിപത്യ വിശ്വാസികളും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. കാരണങ്ങൾ നമുക്കറിയാം. ഒന്ന്, ബേപ്പൂർ മണ്ഡലത്തിലെ എതിരാളി അൻവർ വന്നിരിക്കുന്നു. മറ്റൊന്ന്, ബിന്ദു ടീച്ചർക്ക് വലിയ ഒരു എതിരാളികൾ അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ എതിരഭിപ്രായം പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. CPM-ന് തോറ്റാൽ വലിയ നാണക്കേടുണ്ടാക്കുന്ന 2 മണ്ഡലങ്ങൾ. നമ്മൾ എങ്ങനെ വിലയിരുത്താം ഇതിനെ? CPM നടത്തുന്ന പരീക്ഷണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏക ഉദ്ദേശം ജയിക്കുമെന്നിറക്കുറെ അവർക്ക് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് റിയാസിന് ഭീഷണിയായി വരാൻ പറ്റുന്ന ഒരുമാതിരി എല്ലാവരെയും തന്നെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മത്സര രംഗത്തുനിന്ന് തന്നെ മാറ്റി. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് തന്നെ പ്രദീപ് കുമാറാണെങ്കിലും അങ്ങനെ മിടുക്കന്മാരെ നമ്മളെ സങ്കല്പിച്ചിരുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ഇന്ന് ഇവർ ഫേസ് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് ഒറ്റക്കൊറ്റ ഓരോന്നോരോന്നെടുക്കാം. റിയാസ് ഫേസ് ചെയ്യുന്നത് ആദ്യം ബേപ്പൂർ മണ്ഡലത്തെക്കുറിച്ചാണ്. റിയാസ് ഫേസ് ചെയ്യുന്ന പ്രശ്നം, നാളെ മന്ത്രിയാണ്, മാത്രമല്ല മുഖ്യമന്ത്രി വരെ ആകാൻ ചാൻസുള്ള ആളാണ് റിയാസ് എന്നുള്ള ഒരു പ്രചരണം ഭയങ്കര വ്യാപകമായി ഉണ്ടാവുകയും നമ്മുടെ ചില മാധ്യമങ്ങൾ അത് ആ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മന്ത്രിയാകാൻ പോകുന്ന റിയാസ് നാളെ മുഖ്യമന്ത്രിയാകുന്നുള്ള ധാരണ കൂടെ വന്നപ്പോൾ ഒരു വിഭാഗം ന്യൂനപക്ഷത്തിൽ ചെറുതല്ലാത്ത സ്വാധീനം ചെലുത്തി. അതിൻ്റെ ആനുകൂല്യം അവിടെ മാത്രമല്ല മറ്റ് പല നിയമമണ്ഡലം കിട്ടി. പക്ഷേ ഇപ്പോൾ എല്ലാറ്റിനെയും മൂടിക്കൊണ്ട് ഇവരുടെ എന്തെല്ലാം വ്യക്തിപരമായ മെച്ചങ്ങളുണ്ടെങ്കിലും സാമുദായികമായ മെച്ചങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം ഓവർടേക്ക് ചെയ്താലും മൂടിക്കൊണ്ട് കരിമേഘം പറ്റുന്ന പോലെ പിണറായി വിജയൻ്റെ മുഖം ഭരണം എന്ന് പറയുന്നത്, ആ ഭരണത്തിൻ്റെ പങ്കാളികളാണ് റിയാസും ബിന്ദു ടീച്ചറും എല്ലാം ആ ഭരണത്തിൻ്റെ പങ്കാളികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ എടുത്ത് എറിയാനുള്ള, താഴേക്കിടാനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ബലിയാടായിട്ട്, ഇവർക്ക് ജയിക്കാൻ അർഹതയുണ്ടെങ്കിൽ പോലും ബലിയാടായിട്ട് ആര് മാറും? റിയാസും ബിന്ദു ടീച്ചറൊക്കെ മാറാൻ പോവുകയാണ്. ഈ റിയാസിൻ്റെ കാര്യമെടുത്താൽ ഇപ്പോൾ PV അൻവറാണ് അവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. അൻവർ മാറാടൊക്കെ ഉൾപ്പെടുന്ന ഒരു മണ്ഡലം ബേപ്പൂർ മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ 50%-ലേറെ, അതായത് 51-52% വരുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾ. എന്നിട്ട് പോലും മുസ്ലിം ലീഗിന് സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ഒരു മണ്ഡലം. ആ മുസ്ലിം ജനവിഭാഗങ്ങൾ കൂടുതലുള്ള മണ്ഡലത്തിൽ നിരന്തരമായി LDF CPM ജയിച്ചു വരുന്നു. നമുക്കറിയാം TK ഹംസ മുതൽ അതിനുശേഷം VKC മുഹമ്മദ് കോയ ആയാലും എളമരം കരീമായാലും മന്ത്രി തലത്തിലെത്തിയ ഒരുപാട് ആളുകൾ മത്സരിച്ച് ജയിച്ച മണ്ഡലം കൂടിയാണ് ബേപ്പൂർ എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ മന്ത്രിയായി നിൽക്കുന്ന മുഹമ്മദ് റിയാസും ജയിച്ചത്. വെറുതെ നിർത്തിയതല്ല. കോഴിക്കോട്ട് ജില്ലക്കാരൻ എന്നുള്ള നിലയിൽ വളരെ ശക്തമായ അടിത്തറയുള്ള മണ്ഡലം തന്നെ മരുമകന് കൊടുത്തതാണ് ആ മണ്ഡലം. ആ മണ്ഡലത്തിൽ ഇപ്പോൾ നേരിടുന്ന ഭീഷണി എന്ന് പറയുന്നത് തോൽവിയിലേക്ക് നടന്നു നീങ്ങുന്നു റിയാസ് എന്നുള്ള ഒരു സാഹചര്യമാണ് ബേപ്പൂർ മണ്ഡലത്തിലുള്ളത്. ഇങ്ങനെ വന്നാൽ അവസാന നിമിഷത്തിൽ മണ്ഡലം മാറാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ തോൽവി ഏറ്റുവാങ്ങാനാണോ റിയാസിൻ്റെ തീരുമാനം? ഇവിടെ റിയാസിൻ്റെ മോഡലായിട്ട് എടുക്കാവുന്നത്, താങ്കളതിനിടയ്ക്ക് പറഞ്ഞൊരു പേരുണ്ട്, എളമരം കരീം. പിണറായി വിജയൻ്റെ റൈറ്റ് ഹാൻഡ് മാനായിരുന്നു, വ്യവസായ മന്ത്രിയായിരുന്നു. എന്തിന് AK ആന്റണിയുടെ പോലും ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിച്ച മന്ത്രിയായിരുന്നു എളമരം കരീം. ആ എളമരം കരീമിന് അവിടെ തോൽവി അറിയേണ്ടി വന്നു, അല്ലെ അവിടുന്ന് മാറേണ്ടി വന്നു. ഇപ്പോൾ CI2-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. ആ എളമരം കരീമിന് തോക്കാവുന്നുണ്ടെങ്കിൽ, അല്ലെ എളമരം അവിടുന്ന് മാറിപ്പോകാവുന്നുണ്ടെങ്കിൽ റിയാസിൻ്റെ സ്ഥിതി എന്നാ? അതെ. പക്ഷേ 2021 28,000-ഓളം ഭൂരിപക്ഷം, തൊട്ട് അതിനു മുമ്പ് എളമരം കരീം മത്സരിക്കുന്ന സമയത്ത് 14,000-ലേറെ ഭൂരിപക്ഷം, അതിനെ ഇരട്ടിയാക്കി. ആ ഒരു സന്തോഷത്തിൽ 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റുമോ? അല്ല, അത് സ്വയം ആർക്കെങ്കിലും ബോധമുണ്ടെങ്കിൽ, ഇപ്പം CPM-ൻ്റെ പല ചർച്ചകളും നമ്മൾ പറയുന്നുണ്ട്. CPM-ന് 3 വിഭാഗം വോട്ടേഴ്സുണ്ട്, കോൺഗ്രസിനൊക്കെ ഉണ്ട്. ഒന്ന് പഞ്ചായത്ത് ലോക്കൽ ബോഡി വോട്ടേഴ്സ്, 2 അസംബ്ലി വോട്ടേഴ്സ്, 3 ലോക്സഭാ വോട്ടേഴ്സ്. ഈ അസംബ്ലി വോട്ടേഴ്സും ലോക്സഭാ വോട്ടേഴ്സും തമ്മിൽ 10,000, 20,000, 25,000 വോട്ടിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇത് കമ്മിറ്റഡ് വോട്ടേഴ്സല്ല.
ആർക്ക് വേണേൽ അത്യാവശ്യം വന്നാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിന് മടിയില്ലാത്ത വോട്ടേഴ്സാണ് CPM റിയാസിനൊക്കെ ഭൂരിപക്ഷം കൊടുത്തത്. ആ വോട്ടേഴ്സ് നാളെ പുറകോട്ട് മാറുകയും മറിച്ച് ചിന്തിക്കുകയും ചെയ്താൽ റിയാസിൻ്റെ കാര്യം അതോ ഗതിയാവും. അത് 2024 കണ്ടു. അതാണ് ഞാനത് ചോദിക്കാൻ കാരണം. അതായത് MK രാഘവനും എളമരം കരീമും അവിടെ മത്സരിക്കുമ്പോൾ, അതായത് പഴയ ബേപ്പൂരുകാരുടെ MLAയും മന്ത്രിയും ഒക്കെ ആയിരുന്ന എളമരം കരീം തന്നെ മത്സരിക്കുമ്പോൾ, MK രാഘവനെതിരെ കോഴിക്കോട് ലോകസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഇതേ ബേപ്പൂരിൽ വന്നിരിക്കുന്നത് 19,000 ഭൂരിപക്ഷം രാഘവന് കിട്ടി, കോൺഗ്രസ്സിന് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും വോട്ട് ചെയ്യുന്നത് ഒരേ ആളുകൾ. 2021 വോട്ട് ചെയ്ത അതേ ആളുകൾ തന്നെയാണ് 2024 ചെയ്തത്. പക്ഷേ അന്ന് കിട്ടിയ 28,000 വോട്ട് കുറഞ്ഞ് 19,000 മുകളിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഒരു 50,000 താഴത്തോട്ട് വോട്ടിൻ്റെ വ്യത്യാസം വന്നിരിക്കുന്നു. അങ്ങനെ മാറാവുന്ന, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ടുകളെ CPM വോട്ടുകളെ മൂന്നായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞത്. അസംബ്ലി വോട്ടേഴ്സ് അല്ല, ലോക്സഭാ വോട്ടേഴ്സ്. അത് പാളിച്ച അല്ല തകർച്ച, CPM തകർച്ച ഒന്നുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഇലക്ഷൻ. അതെ, അത് അങ്ങനെ പറയുമ്പോൾ ഒരു സ്ഥാനാർത്ഥി സാധാരണ LDFും UDFും മത്സരിക്കുന്നു. ആൻറ്റി ഇൻകംബൻസി, അതായത് നമുക്ക് ഭരണവിരുദ്ധ വികാരം ശക്തമാണോ, ശബരിമലയുടെ ബാധിക്കുമോ, അങ്ങനെയൊക്കെ അവിടെ നിൽക്കുമ്പോഴും അത് എല്ലാ മണ്ഡലത്തിലും ഒരു പക്ഷേ ബാധിക്കാതിരിക്കാം. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് PV അൻവറാണ്. PV അൻവർ വരുന്നതോടുകൂടി മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല ഏകദേശം അടുത്തടുത്ത് നിൽക്കുന്ന ജില്ലകൾ ഇടതുപക്ഷത്തിൻ്റെ അതേ പാഠശാലയിൽ നിന്ന് തന്നെ രാഷ്ട്രീയം ഇപ്പോൾ അഭ്യസിച്ച് പഠിച്ചു വന്ന നന്മ തിന്മകളും അറിയുന്ന PV അൻവർ, എല്ലാ കളികളും കളിച്ച് രാഷ്ട്രീയത്തിൽ വളർന്ന PV അൻവർ, അങ്ങനെ ഒരാൾ റിയാസിനെ തോൽപ്പിക്കും, അതായത് പിണറായിസവും മരുമോനിസവുമാണ് ഞാൻ തകർക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. അത് വല്ല വെല്ലുവിളിയും അല്ലെങ്കിൽ പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടല്ലോ. അൻവറിൻ്റെ ഒരു പ്രത്യേകത, പോരാളികളായ രാഷ്ട്രീയ നേതാക്കളെ കേരളത്തിൽ വളരെ ചുരുക്കമാണ്. അവരുടെ നിലപാടുകളുടെ ശരി തെറ്റുകളെക്കുറിച്ചല്ല പറയുന്നത്, ഫൈറ്റ് ചെയ്യാനുള്ള ക്വാളിറ്റി, തെറ്റിന് വേണ്ടിയാണെങ്കിലും ശരിക്ക് വേണ്ടിയാണെങ്കിലും ഫൈറ്റ് ചെയ്യാനുള്ള ക്വാളിറ്റി ഉള്ള, അല്ലെ ആ സ്വഭാവമുള്ള, ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഇപ്പം ആ സ്വഭാവമുള്ള നേതാക്കന്മാർ, ഇപ്പോൾ PC ജോർജ്, അൻവറൊക്കെ അതിൻ്റെ അകത്ത് എക്സെപ്ഷൻസ്. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നൊരു വളരെ ചുരുക്കം വരെ ഉള്ളൂ. അൻവർ ഒരു പോരാളിയാണ്. അൻവർ ഇതുപോലെ തന്നെ പിണറായി വിജയൻ 3ാം ടൈമിന് വേണ്ടി എന്തെല്ലാം കുതന്ത്രങ്ങൾ എടുക്കാൻ പോകുന്നു, അതിനേക്കാൾ കുതന്ത്രങ്ങൾ ഇന്നെ അസംബ്ലി ഇലക്ഷനിൽ റിയാസിനെ തോൽപ്പിക്കാൻ വേണ്ടി സ്വീകരിക്കാൻ മടിയില്ലാത്ത അതിന് കഴിവുള്ള ആളുമാണ്. അൻവറിനെ ആ രീതിയിൽ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം MK രാഘവനേക്കാൾ തീക്ഷ്ണമായിരിക്കും എതിർപ്പ്. ആ എതിർപ്പിനെ നേരിടാൻ ഇന്നത്തെ പരിസ്ഥിതി റിയാസിന് പറ്റുമോ? അനുകൂല ഘടകം എന്താ ഉള്ളത്? അന്ന് റിയാസിൻ്റെ ഭാഗത്ത് അനുകൂല ഘടകങ്ങളൊന്നുമില്ല. പണിയുന്ന പാലങ്ങളെല്ലാം, അല്ല റോഡുകളെല്ലാം പൊളിഞ്ഞു പോരുന്നുണ്ട്. റിയാസ് ഉദ്ഘാടനം ചെയ്തു, പിറ്റേ ദിവസം പൊളിഞ്ഞു വരും. അത് കേരളം മുഴുവൻ കാണുകയാണ്. എന്നിട്ട് ദേശീയപാത അതോറിറ്റിയെ തെറി പറയും, അവിടെ കുഴപ്പമെന്ന് പറയും. പക്ഷേ ഇങ്ങനെയുടെ സൂപ്പർവൈസേഴ്സും എഞ്ചിനീയേഴ്സും അവിടെ ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്? ഇങ്ങനെ സ്വയം കഴിവില്ല എന്ന് തെളിയിച്ച് അമ്മായിയപ്പൻ്റെ വാല് എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ മാറി. പിണറായി വിജയനെ എല്ലാ ഇഷ്യൂയിലും, ഇപ്പോൾ അതുമില്ല കേട്ടോ, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അതുമില്ല, എല്ലാ ഇഷ്യൂവിലും സപ്പോർട്ട് ചെയ്യാൻ ഒറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ, റിയാസ് മാത്രമേ ഉള്ളൂ. വേറൊരു മന്ത്രി രംഗത്ത് വന്നിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ പിണറായി വിജയൻ നേരിടുമ്പോൾ എത്ര മന്ത്രിമാർ പിണറായിയെ ന്യായീകരിക്കാൻ വരുന്നുണ്ട്? ഇപ്പോൾ റിയാസിൻ്റെ സ്ഥാനത്തേക്ക് ശിവൻകുട്ടിയാണ് വന്നിരിക്കുന്നത്. അതെന്തിൻ്റെ ഇൻഡിക്കേഷൻ ആണെന്ന് നമുക്ക് പിന്നെ അടുത്ത ചർച്ചയിൽ പറയാം. അപ്പോൾ ബേപ്പൂരിൻ്റെ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ ബേപ്പൂർ അങ്ങനെ സുൽത്താൻമാരെ വാഴിച്ചിട്ടില്ല. അതാണ് ബേപ്പൂർ സുൽത്താനെ മുഹമ്മദ് ബഷീറിനെ പറ്റി പറയായിരുന്നു. പക്ഷേ മറിച്ച് ആരെപ്പറ്റി? സുൽത്താൻമാരെ വാഴിച്ചിട്ടില്ല. എളമരക്കരിമിനോളം അഖിലേന്ത്യാ തലത്തിൽ ഉയർന്ന ഒരു മുസ്ലിം നേതാവിനെ ലോകസഭയിൽ അടുത്ത ഇലക്ഷനിൽ MK രാഘവനെ പോലെ പയ്യന്നൂരിൽ നിന്ന് വന്ന ഒരു കോൺഗ്രസ് നേതാവിനെ തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ റിയാസ് ഒന്നുമല്ല. അത് റിയാസിനറിയാം. തൻ്റെ ശക്തിയും ദൗർബല്യം എന്താണെന്ന് റിയാസിനറിയാം. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൂടി റിയാസിനെ നോക്കി തുറിച്ചു നിൽക്കുന്നു എന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാൻ കഴിഞ്ഞു. അത് വന്നിട്ട് കുറേ കാലങ്ങളായി. അതായത് കോഴിക്കോട് ജില്ലയിൽ CPM 2 തട്ടിലാണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി മുൻ MLA, കോഴിക്കോട് MLA പ്രദീപ് കുമാറിനെ നിയമിച്ച കാര്യം നമുക്കറിയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ തന്നെ കാരണം കോഴിക്കോട് ജില്ലയിലെ സൂപ്പർ മുഖ്യമന്ത്രിയായി റിയാസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ കോഴിക്കോട് ജില്ലയിലെ CPMനുണ്ടായിരിക്കുന്നു. കോഴിക്കോട്ട് റിയാസ് അറിയാതെ ഒരു കുഞ്ഞിന് പോലും അനങ്ങാൻ പറ്റാത്ത CPMൽ ഒരു സ്ഥിതി വന്നിരിക്കുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ കോഴിക്കോട്ട് ഒരാൾ ഇരിക്കണം എന്നുള്ള നിർബന്ധം പിടിച്ചിട്ടാണ്
കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തന്നെ പറഞ്ഞ് ഏൽപ്പിച്ച് ആണ് പ്രദീപ് കുമാർ മുൻ MLA മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഞാനൊന്ന് വിയോജിച്ചോട്ടെ. പ്രദീപ് കുമാറിനെ അവിടുന്ന് ആ രംഗത്തുനിന്ന് കോഴിക്കോട്ടിൻ്റെ രാഷ്ട്രീയ രംഗത്തുനിന്ന് ഒഴിവാക്കാനുള്ള സ്വത്വം കൂടി അല്ലായിരുന്നു അത്. ഇപ്പോൾ സുധാകരൻ എങ്ങനെയാണോ ആലപ്പുഴയിൽ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതായത്, ഇപ്പോൾ സുധാകരൻ്റെ കാല് പിടിക്കാൻ പോവാണ്, അതുപോലെ തന്നെയാണ് പ്രദീപ് കുമാർ കോഴിക്കോട്ടെ ഏറ്റവും എഫക്റ്റീവായ ഫലപ്രദമായ സക്സസ്ഫുള്ളായ മാർക്സിസ്റ്റ് CPMൻ്റെ MLAയും നേതാവുമായിരുന്നു. അപ്പോൾ പ്രദീപ് കുമാറിനെ രംഗത്തുനിന്ന് മാറ്റേണ്ട റിയാസ്. പ്രദീപ് കുമാറിനെ ശരിക്കും കോഴിക്കോടിൻ്റെ ജനമനസ്സുകളിൽ നിന്ന് അങ്ങനെ മാറ്റാൻ പറ്റുന്നൊരു നേതാവല്ല. നേരെ മറിച്ച് മുഹമ്മദ് റിയാസ് ഉണ്ടാക്കിയ വിഭാഗീയത വളരെ ശക്തമായി കോഴിക്കോട് നിലനിൽക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി, ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി അല്ല, സ്ഥാനമൊഴിഞ്ഞ മോഹനൻ മാസ്റ്റർ, അതുപോലെ തന്നെ ഈ പ്രദീപ് കുമാർ, TP രാമകൃഷ്ണനെ പോലെയുള്ള കോഴിക്കോട്ടെ തലമുതിർന്ന നേതാക്കന്മാർക്കൊക്കെ റിയാസിൻ്റെ ഈ നടപടി അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ വലിയൊരു വിഭാഗീയതയുണ്ടാക്കി. ആ വിഭാഗീയത എന്താ ആയിക്കൊള്ളട്ടെ, അതായത് പ്രദീപ് കുമാറിനെ നിയമിച്ചതോ അല്ലെങ്കിൽ മറ്റെന്ത് വിഭാഗീയതയും ആയിക്കൊള്ളട്ടെ, പക്ഷേ ശക്തമായൊരു എതിരഭിപ്രായം മുഹമ്മദ് റിയാസിനെക്കുറിച്ച് കോഴിക്കോട് ജില്ലയിലുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് റിയാസിൻ്റെ വിജയം അത്ര എളുപ്പമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. റിയാസിൻ്റെ തോൽവി ഏറെക്കുറെ ഉറപ്പായതുകൊണ്ടാണ് റിയാസ് വേറെ മാറി മണ്ഡലം തലശ്ശേരിയിലേക്ക് മാറിയാൽ കൊള്ളാം, തലശ്ശേരി പോകുമ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ അത്യാവശ്യം ഷംസീറിനെ അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള മാർഗ്ഗം ഇവിടെ നോക്കും. അതെ, അത് തലശ്ശേരി കണ്ണൂരിൻ്റെ രാഷ്ട്രീയം അത്ര പെട്ടെന്ന് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു മറ്റൊരു കാര്യം. അല്ല, അതിന് പിണറായി അവിടെ ഇതേ ശക്തിയോടെ പിണറായി തുടരുകയാണെങ്കിൽ ഇത് സാധിക്കും, ആരും ഒന്നും മിണ്ടിയില്ല. അതെ, എല്ലാ എതിർപ്പുള്ളവരും മിണ്ടിയില്ല. അതാണ് CPM. അങ്ങനെയാണ് ബേപ്പൂരിൻ്റെ കാര്യമെങ്കിൽ നമുക്ക് ഇരിഞ്ഞാലക്കുടയുടെ കാര്യത്തിലേക്ക് കടന്നാൽ മന്ത്രി ബിന്ദു ടീച്ചർ വലിയ ആളൊരു നിഷ്കളങ്കയൊക്കെ ആണെങ്കിലും വലിയ രീതിയിൽ എതിർപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത് പലതരത്തിലും, ഒരു ടീച്ചർ എന്ന നിലയിലോ ഒരു അമ്മ എന്ന നിലയിലോ പല തലങ്ങളിലും അവർ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇരിഞ്ഞാലക്കുട ഒരിക്കലും ഒരു CPM മണ്ഡലമല്ല, അല്ലെങ്കിൽ ഒരു LDF മണ്ഡലമല്ല. അത് തോമസ് ഉണ്ണിയാടനായാലും വൈക്കത്തുനിന്ന് എന്ന തോമസ് ഉണ്ണിയാടനോടൊപ്പം ജയിച്ചത്. അതെ, അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ദാനം ചെയ്ത വിജയം അവിടെ. ഉണ്ണിയാടനെ പോലെയുള്ള കേരളാക്കും സ്ഥാനാർത്ഥി ഒരു പ്രാവശ്യം ചുമന്ന് രണ്ടോ അങ്ങനെ സ്ഥിരമായി ഒരു 10,000 വോട്ട് പോലും തികച്ചില്ലാത്തൊരു കക്ഷിയുടെ പ്രതിനിധി കോൺഗ്രസ് ഇരിങ്ങാലക്കുടയിലെ കോൺഗ്രസ് ചുമക്കുകയാണ്. ആ ചുമപ്പിന് എതിരായിട്ടാണ് അവിടെ ഇവർക്ക് ജയിക്കാൻ തുടർച്ചയായി 2 തവണ കൊള്ളാവുന്നൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര് വന്നാലും ഇവർ വിഷമിക്കും. അരുണൻ മാഷിനോട് ഏകദേശം 2000 ചില്ലാന വോട്ടിന് 2016 തോറ്റു തോമസ് ഉണ്ണിയാടൻ. അതിനുശേഷം ഇപ്പോൾ മാണി ഗ്രൂപ്പിൽ നിന്ന് ജോസ് കെ മാണിയുടെ കൂടെ പോകാതെ PJ ജോസഫിൻ്റെ കൂടെ നിന്നപ്പോൾ ബിന്ദു ടീച്ചറോട് 6000 വോട്ടിന് പരാജയപ്പെട്ടു. അപ്പോൾ ഇനിയും അങ്ങനെ ആളുകളില്ലാത്തൊരു പാർട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരു ഒരു നേതാവിന് വേണ്ടി, ഒരു കേരള കോൺഗ്രസ് നേതാവിന് വേണ്ടി കോൺഗ്രസ് അത് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയില്ല. അല്ല, കോൺഗ്രസിന് ഈ ഇരിങ്ങാലക്കുടയ്ക്ക് തുല്യമായിട്ട് പറയാവുന്നൊരു കാര്യം, ഇതേ പ്രയോജനം കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. ചാലക്കുടി കേരള കോൺഗ്രസ് മാണിക്ക് കൊടുത്താണ് ഒരു തുച്ഛമായ വോട്ടിനാണ് അവിടുന്ന് ഒരു അഡ്രസ് ഉണ്ടാക്കി തന്നത്. തൃശ്ശൂർ ജില്ലയിൽ നിന്നൊരു കോൺഗ്രസിൻ്റെ അഡ്രസ് ഉണ്ടാക്കിയ ചാലക്കുടിയാണ്. പക്ഷേ ഇരിങ്ങാലക്കുട എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും സാംസ്കാരികമായിട്ടൊക്കെ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള സ്ഥലമാണ്. അവിടെ ജേക്കബ് തോമസിനെ അവരെ തോപ്പിച്ചവർ. അപ്പോൾ പാർട്ടിയോടുള്ള കൂറുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ജേക്കബ് തോമസ് തൂക്കാണ്. കാരണം ഉണ്ണിയാടനായതുകൊണ്ടാണ് ജേക്കബ് തോമസ് തോറ്റെന്ന് പറയേണ്ട ആവശ്യമില്ല. ഉണ്ണിയാടൻ വരെ നല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി എപ്പം നിൽക്കുന്നു ആ സെക്കൻഡിൽ ബിന്ദു ടീച്ചർ വീട്ടിൽ പോകേണ്ടി വരും. അതെ, ഇപ്പോൾ KSU സംസ്ഥാന ഉപാധ്യക്ഷ പെൺകുട്ടിയുടെ ആൻ സെബാസ്റ്റ്യൻ്റെ പേരൊക്കെ സജീവമായി കേട്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെയുള്ള യുവ തലമുറയെ ജയിപ്പിക്കാനുള്ള സാധ്യത വളരെ ഏറെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ തോൽക്കുന്നതാര് എന്നുള്ള ചോദ്യമാണ് വലിയൊരു അവിടെ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ മുഖമാണ് അവിടെ തോൽക്കുന്നത്. പിണറായി വിജയൻ തന്നെക്കാൾ ഏതെങ്കിലും രംഗത്ത് മികവ് കാണിക്കുന്ന എല്ലാ നേതാക്കളെയും വെട്ടിനിരത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭംഗിവാക്ക് പറയാറുണ്ട്, അച്ചാണങ്ങൾ ഉൾപ്പെടെ താവട്ടെ. ഈ വെട്ടിനിരത്തലിൻ്റെ ഭാഗമായിട്ട് ഈ കുരിശ് ബിന്ദു ടീച്ചറിൽ നിന്ന് മാറ്റി വിജയരാഘവനിലേക്ക് ഏൽപ്പിച്ച ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറും കൂടെ അവിടെ തീർന്നു കിട്ടിയല്ലേ. പിണറായി വിജയൻ എങ്ങനെ ആലോചിക്കും? ഇവിടെ വിജയരാഘവൻ അത്യാവശ്യം സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്. ഈ വിഷയം ഇത്രയും മാറ്റി ഭർത്താവിനെ നിർത്തി ഭർത്താവ് തോറ്റു കിട്ടിയ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ഇല്ലാതാകുന്നത്. സമ്പത്തിനെ എങ്ങനെ ഒഴിവാക്കുക? അവിടെ ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് ഡൽഹിയിലേക്ക് വിട്ടാണ് സമ്പത്തിനെ ഒഴിവാക്കുന്നത്. ഇവരുടെ കൂടെ ഇത്തിരി സംസാരിക്കാൻ അറിയാവുന്ന ഒരാളായിരുന്നു സമ്പത്ത്, വിവരമുള്ളവനായിരുന്നു. ആ ആളെ ഒന്നും അല്ലാതാക്കിയില്ലേ? ഒരു പക്ഷേ അതിനും സാധ്യതയുണ്ട്. കാരണം വിജയരാഘവനെ മത്സരിപ്പിക്കും എന്നുള്ള വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അല്ല. അതെ, ഇരിഞ്ഞാലക്കുട തീർച്ചയായും ബിന്ദു ടീച്ചറെ മാറ്റി അവിടെ
എ വിജയരാഘവന് സ്ഥാനാർത്ഥിത്വം കൊടുക്കാനാണ് സാധ്യതയേറെ. ടീച്ചറാണെങ്കിലും ഭർത്താവാണെങ്കിലും ടീച്ചർ മാനസികമായിട്ട് മടുത്തു തുടങ്ങി. കുരിശ് ചുവന്ന് മടുത്തു തുടങ്ങി. അതെ. ഒരു സ്വാതന്ത്ര്യവും ഇല്ല. അതെ. മന്ത്രിയാന്ന് പറഞ്ഞിരിക്കാം. ആവശ്യമുള്ളവരെല്ലാം ഡിഗ്രി എഴുതിക്കൊണ്ട് പോകുന്നു, റിസർച്ച് ഡോക്ടറേറ്റ് മേടിച്ചുകൊണ്ട് പോകുന്നു. അവരപ്പോഴും മന്ത്രിയാണ്. അതെ. പിന്നെ ഗവർണറുമായിട്ട് നിത്യം കുസ്തി. അതെ. ആ ഒരു സാഹചര്യം ഈ ആശ്രയൊക്കെയാണ് ടീച്ചറിനെ നയിക്കുന്നത്. അവരുടെ മുമ്പിൽ ടീച്ചർ തല കുനിഞ്ഞ് നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ ടീച്ചറിന് ഈ രംഗം തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് മാറി നിന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് വിജയരാഘവനെ, ടീച്ചറിനെ പിണക്കാതെ എന്നാൽ വിജയരാഘവനെ കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നത്. ഏതായാലും CPM-നും അതുപോലെ ഇടതുപക്ഷത്തിനും നഷ്ടപ്പെടാൻ പോകുന്ന 2 മന്ത്രിമണ്ഡലങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഈ മന്ത്രിമണ്ഡലങ്ങളൊക്കെ ചർച്ച ചെയ്ത് വരുമ്പോൾ ഈ 2 മന്ത്രിമാരും പരാജയപ്പെട്ടാൽ CPM-ന് ഉണ്ടാകുന്ന വലിയ നഷ്ടം, അല്ലെങ്കിൽ ഒരു മുഖത്തടിച്ച പോലെയുള്ള ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം, ഇത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്താകുമെന്ന് തന്നെ പറയേണ്ടി വരും.